പറയുന്ന പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാൻ പകരുന്ന തരം ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് വെച്ചിട്ടുള്ള ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. വൈ നോട്ട്, ഒരു ദിവസം ക്യാമറയും പിടിച്ച് നടക്കണം എന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. അപ്പൊ ഗൈസ് രാവിലെ എഴുന്നേക്കാനായിട്ട് ഇച്ചിരി ലേറ്റ് ആവും. 7 മണി, ചിലപ്പോ 8, ചിലപ്പോ 8:30. നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ പറ്റൂ. അതുകൊണ്ടാട്ടോ എഴുന്നേറ്റ പാട് ആ ജനലൊക്കെ ഒന്ന് തുറന്ന് കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കണ്ട് നല്ലൊരു ശുദ്ധമായി ശ്വസിച്ചാൽ കുറച്ച് പോസിറ്റീവ് എനർജി ആ മൂക്ക് വഴി അങ്ങ് കയറിപ്പോക്കോളൂ. ഓ ഗോഡ്, ഇപ്പത്തെ ചൂട് സഹിക്കാൻ പറ്റാത്തതും കൊണ്ട് ഫാനിന്റെ തൊട്ട് താഴെ ഞാൻ നിലത്താണ് ഇപ്പൊ കിടക്കാറുള്ളത്. സാധാരണ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഹെഡ്സെറ്റും കുത്തി പാട്ടും വെച്ചിട്ട് 4 ചാട്ടം ഉണ്ട്. പക്ഷെ അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. കണ്ടിട്ട് എനിക്ക് 2 പേര് ലൂസാ നിങ്ങൾക്ക് പറയാൻ വേണ്ടിട്ടല്ലേ. ഇനി നേരെ ബാത്റൂം ഓപ്പൺ ചെയ്യുന്നു. അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പല്ല് തേക്കാം. ഞാൻ എപ്പോഴും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു പച്ച കളർ പേസ്റ്റ് ആണ് യൂസ് ചെയ്യാറ്. നിങ്ങളുടെ വീട്ടിൽ ഏത് പേസ്റ്റ് ആണെന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പല്ല് തേക്കാനായിട്ടാണ്. കാരണം ഒരച്ച് അതൊന്ന് വെളുപ്പിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം വേണം. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് വായിൽ വെള്ളമിട്ട് കുളുകുളുകുളുകുളുവിനെ കുപ്പിളിച്ചിട്ട് അങ്ങ് തുപ്പ. ആക്ച്വലി അത് നല്ലൊരു സാറ്റിസ്ഫൈങ് പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് മുഖം കഴുകൽ. ഈ ഒരു ചൂടത്ത് വെള്ളം കൊണ്ട് മുഖം കഴുകിയാലും എത്ര കഴുകിയാലും മതിയാവൂല. പക്ഷെ ആ ഡിസംബർ മാസം ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, വെള്ളം തണുത്തിട്ട് കുളിക്കണ്ടയോ പല്ല് തേക്കണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് അരമണിക്കൂർ ഇരിക്കുന്ന ആ ഒരു സന്ദർഭം. എണീറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് റൂമൊക്കെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുകയാണ്. സം ടൈംസിൽ എനിക്ക് ചില സമയത്ത് ബാധ കയറുന്നത് പോലെ ഒരു എനർജി അങ്ങോട്ട് കയറും. അത് കയറി അങ്ങോട്ട് കിട്ടിയാൽ ഞാൻ പിന്നെ ഭയങ്കര ഊഷ്മളതയായിരിക്കും. ചാടി തുള്ളി ഫുൾ പണി അങ്ങോട്ട് എടുത്തോളും. പക്ഷെ അത് മാസത്തിൽ 2 മാസം കൂടുമ്പോഴേ കയറുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. സോ റൂം ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് അപ്പം അങ്ങോട്ടൊരു തോന്നലുണ്ട് വന്നു. അപ്പൊ തന്നെ ഞാൻ പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി. പിന്നെ ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ ഒന്നും കൂടി വലിച്ചിട്ട് മടക്കി എടുത്തു വെച്ചു. കാരണം ഓൾറെഡി ഞാൻ അടിയിൽ നിന്നൊക്കെ വലിച്ച് ഡ്രസ്സൊക്കെ ആകെ കുഴഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്ത് അടക്കി പെറുക്കി മടക്കി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടി വെക്കുന്ന ആളല്ല, ആവശ്യത്തിന് മാത്രം വാങ്ങുന്ന ആളാണ്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഡ്രസ്സേ എന്റെ കയ്യിലുള്ളൂ. ഉള്ളതിൽ പകുതി മുക്കാലും അലക്കാനാണ്. അത് വേറൊരു കാര്യം. ഈ ഒരു ടൈം കുറെ കല്യാണങ്ങളുള്ളതുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോൾ ഇട്ടിട്ട് കുറെ ഡ്രസ്സ് തിരുമ്പാനാണ് കൈ. പുതിയ ഡ്രസ്സുകള്, സൽവാർ, വീട്ടിലിടുന്നത്, ടീഷർട്സ്, ഷോള്, അങ്ങനെ എല്ലാം കൂടി ഞാൻ സെപ്പറേറ്റ് ഓരോ സെക്ഷൻ ആക്കി വെച്ചിട്ട്. ഡ്രസ്സ് വെക്കാനായിട്ട് അലമാരയിൽ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് പഴയത് മാറ്റി ഇപ്പൊ പുതിയ അലമാര എടുത്തു. ഇപ്പൊ പുതിയ അലമാര കൊണ്ടുവന്നപ്പോ അതിൽ വെക്കാൻ മാത്രമുള്ള ഡ്രസ്സ് എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പത്തെ എന്റെ പരാതി. എങ്ങനെ പോയാലും എന്റെ പരാതിപ്പെട്ടി പൂടൂല ഗൈസ്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങളായിരിക്കും ഞാൻ പുതിയ സൽവാറൊക്കെ തിരുമ്പി മടക്കി എടുത്തുവെച്ചതാണ്. അല്ല, ഇതൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഒരു സൈഡിൽ ഇങ്ങനെ അലസമായി വലിച്ചു വാരി ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വൃത്തിയിൽ ആങ്കറിൽ തൂക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരുവിധം റൂം ഒക്കെ ഒന്ന് മടക്കി അടുക്കി പെറുക്കി ഒതുക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ഞാൻ താഴെ കൊണ്ടേ ഇട്ടിട്ടുണ്ട്. ഈ ആവശ്യമില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ എന്റെ റൂമാണല്ലോ. വരച്ച കുറെ പേപ്പറും ചുരുട്ടി കളഞ്ഞ കുറെ പേപ്പർ, പിന്നെ കുറെ ബുക്ക്, അങ്ങനെ പലതും കാണും ഇവിടെ. പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചപ്പോഴേക്കും ഏകദേശം സെറ്റായി. പക്ഷെ ആ കേറി എനർജി തിരിച്ചിറങ്ങാത്തതും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ആവേശത്തിന് കയറി ബാത്റൂമും കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല. ഈ രാവിലെ തന്നെ പകുതി എത്തിയപ്പോഴേക്കും എന്റെ ഊപ്പാടം അങ്ങോട്ട് ഇളകിപ്പോയി. ഇതിന്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അതിന്റെ ഇടയിൽ ഇപ്പൊ പറയാനും മറന്നുപോയി. നല്ല ഇടിയപ്പവും ചെറുപയറുകറിയും കട്ടൻ ചായ ഉണ്ടായിരുന്നു. പിന്നെ മിറർ ടേബിൾ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്ലവേഴ്സ് ഒക്കെ എടുത്തൊന്ന് പൊടിയൊക്കെ തട്ടി ഒക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചപ്പോഴേക്കും ഏകദേശം റൂം ഫുൾ ആൻഡ് ഫുൾ അടിപൊളിയായി. അങ്ങനെ പണികളെല്ലാം ഏകദേശം ഒന്ന് ഒതുങ്ങിയപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ എന്റെ കസിനും കൂടി ഒന്ന് ടൗൺ വരെ പോവാണ്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കണം. പിന്നെ കുറെ ആയി ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് നൗറാൻ ഇപ്പൊ കാണാറേ ഇല്ലല്ലോ എന്ന്. നൗറാക്ക് ഇതുവരെ എക്സാം ആയിരുന്നു. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഓള് ഇതാ വിരുന്നും പോയിക്കാണ്. അതുകൊണ്ട് ഇനി കുറച്ച് കാലത്തിനും കൂടി ഓളെ നോക്കണ്ട. പിന്നെ നേരത്തെ ബസ്സൊക്കെ കയറി കുറച്ച് ബസ്സൊക്കെ അങ്ങോട്ട് എത്തി. ഓളെ സ്റ്റോപ്പ് എത്തിപ്പോക്കിനും ഓളും കയറി. അങ്ങനെ കുറെ കഥയൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോക്കിനും ഞങ്ങൾ ബത്തേരി ടൗണിലെത്തി. എന്റെ അമ്മോ, ചൂട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടായിരുന്നു. ഇത്രയും ചൂട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ചൂടായതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് കഴിക്കണം എന്നുള്ള ആലോചനയിലായിരുന്നു. ചൂടായിട്ടുള്ള ഒന്നും കഴിക്കാൻ വലിയ മൂഡ് ഉണ്ടായിരുന്നില്ല. കുറെ നേരം ആലോചിച്ച് അവസാനം ഞങ്ങൾ 2 ഷവർമയും നല്ല ഐസ് ഇട്ട ലൈമും പറഞ്ഞു. ആ ലൈം ഇങ്ങനെ വയറ്റിൽ ഇറങ്ങി പോകുമ്പോഴാണ് പിന്നെ ഒരു സുഖം കിട്ടുന്നത്. വാങ്ങിയ ആവേശത്തിൽ എനിക്കാണെങ്കിൽ തിന്നാനും പറ്റണില്ല. എനിക്കാണെങ്കിൽ പണ്ടത്തെ പോലെ ഇപ്പൊ ഫുഡ് കഴിക്കാനേ പറ്റണില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഫ്രെയിമും ഞങ്ങളുടെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ നോക്കാനായിട്ട് അതിനപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ കയറി. ഈ ബിഗ് ബസാർ എന്നൊക്കെ പറയില്ല, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കുറെ നിരത്തി വെച്ചിട്ടുള്ള ഒരു ഷോപ്പ്, അവിടെ കയറി. പിന്നെ ഒരു കാര്യം
പറയണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. കുറേ പേര് എൻ്റെ സംസാരം കേട്ടിട്ട് ചോദിക്കലുണ്ട്, നിങ്ങളെ സ്ലാങ് കേൾക്കുമ്പോൾ നിങ്ങൾ മലപ്പുറത്തുള്ള ആളാന്നാ തോന്നുന്നത്, കോഴിക്കോടുകാരിയാണോ എന്നൊക്കെ. ആക്ച്വലി ഞാൻ കോഴിക്കോട് മലപ്പുറം ഒന്നുമല്ല, വയനാട്ടിലാണ്. പക്ഷെ എനിക്ക് കോളേജ് പഠിക്കുമ്പം കുറേ മലപ്പുറക്കാരും കോഴിക്കോടുകാരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഓല കൂടെ കൂടിയിട്ട് ഓല സ്ലാങ്ങും ഇന്റെ സ്ലാങ്ങും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ വേറെ ഏതൊക്കെ ഒരു സ്ലാങ്ങിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വന്നത്. അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ബസ്സും ഓട്ടോയൊക്കെ കയറി തിരിച്ചു വീട്ടിൽ പോവാണ്. ചൂടും അലച്ചിലും പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഫുഡും കൂടി കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോഴാണ് ഗ്യാസ് വണ്ടി എന്ന് പറഞ്ഞിട്ട് ആയിക്കൂടെ ഗ്യാസ് വണ്ടി പോണത് കണ്ടത്. അപ്പോഴാണ് ഞാൻ ആ സാധനം നോക്കിയിട്ട് ഇതിനിപ്പോ എന്തോ ഒരു ഡിമാൻഡ് ആണെന്നൊക്കെ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ രാവിലെ കുളിച്ചേമ്പാട് മുടി കെട്ടി പോയിട്ടാണ് നല്ല തലവേദന എടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം പഠിച്ചാൽ ഈ പെണ്ണൊരു 4 മണിക്കൂർ പുറത്തു പോയി വന്നപ്പോൾ ഇതിനില്ലാത്ത പ്രശ്നങ്ങളില്ലാന്ന്. സംഭവം ഞാൻ അല്ലെങ്കിലും കുറച്ച് ദിവസം അയക്കണം പുറത്ത് പോയിട്ട്. പേരെ എത്തുന്നതിന് മുന്നേ എന്റെ അനിയൻ പറഞ്ഞ കുതിരവാലിനോട് ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം എടുത്ത് വെക്കണം എന്ന് പറഞ്ഞതായിരുന്നു. എടുത്ത് വെച്ചിട്ടുണ്ടാവുന്നുള്ള വിശ്വാസത്തിൽ പോയി ഫ്രീസർ തുറന്നു നോക്കുമ്പോൾ അതിൽ ഐസും ഇല്ല വെള്ളവും ഇല്ല, 2 വിട്ട് മീൻ ഇരിക്കുന്നുണ്ട്. ആ ദജ്ജാലിനുണ്ടല്ലോ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 തുണ്ടം കഷ്ണാക്കി വല്ലോടത്തും കൊണ്ടേ എറിയണം. അല്ല പിന്നെ ഈ വെയിലത്ത് കയറി വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല. എനിക്കാണെങ്കിൽ ദാഹിച്ച് പണ്ടാരടങ്ങിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഫ്രീസറിൽ വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്ത് കുടിക്കുന്നത്. അമ്മാതിരി ദാഹമായിരുന്നു. ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കുടിക്കാത്ത ഒരാളാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ 2 ഗ്ലാസ് ഒക്കെ കൊടേനെ മോന്തി കുടിക്കുന്നത്. ഹലോ, ഏപ്രിൽ കഴിഞ്ഞിട്ടില്ല, ഇനി മെയ്യും കൂടി ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്, എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മഴയാണ്, അത് അത്രയും പേടിയാണ്. അതിന്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ വരുന്നുണ്ട് അടുത്ത ആളോ. എനിക്ക് ലാപ്ടോപ്പിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കണം. ക്യാമറ തുറന്നു വെച്ചോണ്ടാണ് മിണ്ടാതിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 4 ഭദ്രകാളിന്റെ ചാട്ടം ചാടേണ്ട സമയം കഴിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു നല്ലോണം ഒന്ന് കുളിച്ചിട്ട് ഉറങ്ങാന്ന്. പക്ഷെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്റെ ഉറക്കവും പോയി, പിന്നെ എനിക്ക് ഉണ്ടായ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ കണ്ടു പോയി. ഞാൻ അങ്ങോട്ട് ഉന്മേഷവതിയായി കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കാറ്റുണ്ടായിരുന്നു. വെയിൽ ഉണ്ടെങ്കിലും കാറ്റുള്ളതും കൊണ്ടൊരു സുഖമുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചേരം ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഞങ്ങളെ മുന്നിലുള്ള പറമ്പൊക്കെ ഒന്ന് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ വീട്ടിന്റെ മുന്നിൽ തന്നെ, അതായത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചേട്ടന്റെ പറമ്പാണ്. ആ പറമ്പിലാണെങ്കിൽ സീസൺ അനുസരിച്ച് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യും. അപ്പൊ നല്ല രസമാണ്, കുറെ കവുങ്ങും വാഴയൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ഒരു കുഞ്ഞി കുളം ഉണ്ട്. ആ കുളത്തിൽ നിറയെ ആമ്പൽപ്പൂക്കളുണ്ട്. പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ വ്ളോഗ് എടുക്കണ്ടിട്ട് അവിടെ പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പുതിയൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഒരു ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ കൊണ്ടുവരുന്നത്. പേപ്പറിലൊന്നുമല്ല ഞാൻ വരക്കുന്നത്. സോ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ഒരു ദിവസം തട്ടിമുട്ടിയും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉന്തിത്തള്ളി വിടാറ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. നമുക്ക് ആ വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാം. ആൻഡ് ടാറ്റാ ബൈ ബൈ, സീ യു.